ഈ 4 കുരുന്നുകളുടെ ജീവനെടുത്ത അപകടത്തിന് ഉത്തരവാദി ഇവരാണ്. പാലക്കാട് പണിയമ്പാടത്ത് അപകടത്തിൽ മരിച്ച 4 പെൺകുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചു. പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ രാവിലെ 6 മണിയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. 8:30 മുതൽ തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനം തുടങ്ങി 10:30 കബറടക്കം ആരംഭിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് 4 കുട്ടികളുടെ ജീവനെടുത്ത ദാരുണമായ ഈ അപകടമുണ്ടായത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽ മരിച്ചത്. സ്കൂളിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. സിമന്റ് ലോഡ് കയറ്റി വന്ന ലോറി വിദ്യാർത്ഥികളുടെ മേൽ ഇടിച്ചു കയറിയ ശേഷം റോഡിന് സമീപത്തെ താഴ്ചയിലേക്ക് തെന്നിമറിയുകയായിരുന്നു. പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൽ സലാം ഫാരിസ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിൻ, പേട്ടത്തൊടി വീട്ടിൽ അബ്ദുൾ റഫീഖ് ജസീന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ, കൗളേങ്ങൽ വീട്ടിൽ അബ്ദുൽ സലീം നബീസ ദമ്പതികളുടെ മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ വീട്ടിൽ ഷർഫുദ്ദീൻ സജിന ദമ്പതികളുടെ മകൾ ആയിഷ എന്നിവരാണ് മരിച്ചത്. അപകടത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പുള്ള ആ CCTV ദൃശ്യം കാണുക. സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യമാണിത്. 4 പേരും ഒരുമിച്ച് മുൻപിൽ മരണം കാത്തിരിപ്പുണ്ടെന്നറിയാതെ സംസാരിച്ചു കൊണ്ട് നീങ്ങുന്ന ആ കാഴ്ച കാണുക. മകൾ നിദ സ്കൂൾ വിട്ട് സാധാരണ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ കാത്തുനിന്ന ആ ഉമ്മ മകൾക്കുണ്ടായ ദാരുണമായ ആ അപകടത്തിന് ദൃക്സാക്ഷിയായി. അതുപോലെ സ്വന്തം മകൾ അപകടത്തിൽപ്പെട്ടെന്നറിയാതെയാണ് നിദയുടെ ഉപ്പ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയത്. സ്വന്തം മകളാണെന്ന് അറിയാതെയാണ് നിദയുടെ ഉപ്പ അവളെ ലോറിക്കടിയിൽ നിന്നും വലിച്ച് പുറത്തേക്കിട്ടത്. ഹൃദയം തകരുന്ന ആ കാഴ്ച കണ്ട നാട്ടുകാരന്റെ പ്രതികരണം കാണുക. അവരെ എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയാണോന്ന് പോലും അറിയില്ല. കാരണം ഈ മുടി ഇതിന്റെ ടയറിന്റെ അടി കുടുങ്ങിയിട്ട് മുടി മുറിച്ചിട്ടാണ് അവളെ എടുക്കുന്നത്, പുറത്തേക്ക് എടുക്കുന്നത്. അത്രയും വിഷമകരമായ ഒരവസ്ഥയാണ്. മാത്രമല്ല ഇപ്പം എൻ്റെ തൊട്ടുള്ള പറഞ്ഞല്ലേ ഈ കുട്ടിയുടെ അവളുടെ വാപ്പ പറഞ്ഞ ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയാണ്. അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്യാനൊക്കെ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ്. ഇരിക്കാൻ വീടില്ല. ഒരു ദിവസം ഓട്ടോ ഓടിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുടുംബം ജീവിക്കില്ല. അത്രയും വൈഫിനാണെങ്കിൽ ഒരു മുട്ട് ശസ്ത്രക്രിയ പറഞ്ഞിട്ട് അതുകൂടെ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അവർ. ഡയബറ്റിക് പേഷ്യൻ്റാണ്. ഫാദറും മദറും. മൂത്ത പെൺകുട്ടി അവൾ അത്യാവശ്യം നന്നായി പഠിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം എന്നുണ്ട്. സാമ്പത്തിക പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞു. ഈ ഒരു ഓട്ടോ ഓടിച്ചിട്ട് വേണം എല്ലാം കിട്ടും. ഒരു തുണ്ട് ഭൂമിയില്ല, ഒന്നുമില്ല. ഓരോ മാസവും വാടക കൊടുക്കാൻ തന്നെ പ്രയാസപ്പെടണം. അത്രയും ഒരു ദുരവസ്ഥയാണ്. ഈ വളർന്നു വരുന്ന ഈ ഒരു മോള് പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് രോഗിയായ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു പ്രതീക്ഷ കൂടിയാണ് അവൾ ഈ പറഞ്ഞപ്പെട്ട കുട്ടി. അപ്പോൾ അത്രയും വേദനാജനകമായ ഒരവസ്ഥ. അബ്ദുസലാമിൻ്റെ അടുത്ത് ഇന്നലെ ഞാൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അബ്ദുസലാമിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവന് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അവനൊരു ചെറിയൊരു ഫ്ലോർ മില്ലിൽ പണിയെടുക്കുന്ന ആളാണ്. അവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഈ ഫാരിസയും ഇവനും നടക്കാൻ പോകും. 6 മണിക്ക് തിരിച്ചെത്തും. ഒരു 6:10 കണ്ടില്ല. ഈ കുട്ടി വാപ്പാനിമാന് തെരഞ്ഞു പോവുകയാണ്. തെരഞ്ഞു പോയിട്ട് നിങ്ങൾ വരാൻ വൈകിയത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകുന്നത്. ഈ അബ്ദുസലാമിൻ്റെ വീട്ടിലാണ് ഇവരെല്ലാവരും വന്ന് കൂടുക. ഇവരൊരു മുറിയാത്ത കുട്ടിക്കാലം 7 ആളുടെ ഗ്യാങ്ങാണ്. ഈ 7ൽ 2 കുട്ടികൾ ഇന്നലെ എന്ത് ചെയ്തു, ഇവർ 5 ആൾ കടയിൽ കയറി എന്തോ ഒന്ന് പറഞ്ഞ് പിണങ്ങിയിട്ട് 2 ആളൊന്നും തെറ്റിമാറി നിന്നാണ്. അല്ലെങ്കിൽ ഈ 2 കുട്ടികളും കൂടെ ഇതിൽ പെടേണ്ട കുട്ടികളാണ്. രക്ഷപ്പെട്ടൊരു കുട്ടിയും ഇവരിൽ നിന്ന് പണങ്ങിയിട്ട് മാറി 2 കുട്ടികളും. അബ്ദുസലാം പറഞ്ഞാണത്. അപ്പോൾ അവരങ്ങനെ ആ 2 കുട്ടികളും കൂടി 7 ആൾ ഒരുമിച്ച് അബ്ദുസലാമിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും വന്ന് അവിടെ നിന്ന് ഇവർ പോവുക. അത്രയാണ്. ഫാരിസ് അതിങ്ങനെ ലൈവായിട്ട് കണ്ടിട്ട് ഫാരിസാൻ്റെ വാപ്പാക്ക് വിളിച്ച് പറയണത് ആ കുട്ടി വണ്ടീൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് പോയി. ഇപ്പോൾ അവൾ അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ബോധം വരുമ്പോൾ എൻ്റെ കുട്ടീനെ എടുക്കുകയും വണ്ടീൻ്റെ അടിയിൽ നിന്നാണ് പറയണത്. അത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ പിന്നെ ഭയങ്കരമായ കടബാധ്യതയും ജപ്തി ഭീഷണിയും എനിക്കറിയാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം റഫീഖിൻ്റെ വീട്ടിൽ കരടിക്കോട് ബാങ്കിൽ നിന്ന് ആൾ വന്നിരുന്നു. ഈ ഹാർട്ട് ഓപ്പറേഷന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ. വൈഫിനും സുഖമല്ല, കിടപ്പാടല്ല, ഒന്നുമില്ല.
ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു ദുരന്തം എൻ്റെ ഓർമ്മയിലുണ്ടായിട്ടില്ല. അത്രയും വേദനാജനകമായ ഒരു സംഭവമാണ്. എങ്ങനെ ഈ ഒരു തീരാ ദുഃഖത്തിൽ നിന്ന് ഇനി എങ്ങനെ റഫീഖ് ഓട്ടോ ഓടിക്കും? ഈ രോഗം വെച്ച്, ഈ വേദന വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും? ഇത് വലിയ ചോദ്യചിഹ്നം അവശേഷിക്കണം. മനസ്സിലായില്ല. മൂത്ത കുട്ടിയാണ്. അത്രയും പാവങ്ങളാണ്. പരിതാപകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എങ്ങനെയാണ് ഇവർ ഇനിയുള്ള നാളുകൾ, മാത്രമല്ല അവിടെ കുട്ടികളൊക്കെ വന്ന് കരയുന്നത് കണ്ടില്ലേ? ഒരു അറ്റാച്ച്മെൻ്റാണത്. സ്കൂൾ മേറ്റ്സ് മാത്രമല്ല, ജനിച്ച നാൾ തൊട്ട് അവർ കുഞ്ഞുനാൾ തൊട്ട് അവർ വസ്ത്രം ഇടാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള കമ്പനിയാണ് അത്. അതുപോലത്തെ ഒരു കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് ഇതൊന്നും എങ്ങനെ പറയാമെന്നൊന്നും അറിയില്ല. കാരണം ഇത് ഇപ്പോൾ ഒരു ഷോക്കിലാണ് എല്ലാവരും. അത്രയും വിഷമകരമായൊരവസ്ഥയാണ്. ഇതിൽ പ്രത്യേകിച്ചും പറയാനുള്ള ഇവരുടെ ഒരു സാമ്പത്തികമായ ഒരു ദുരവസ്ഥ ഭയങ്കരമാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ വേദനയിൽ എങ്ങനെ ഇവർക്ക് അധ്വാനിക്കാൻ കഴിയും, എങ്ങനെ നിൽക്കാൻ കഴിയും, എങ്ങനെ വാടക കൊടുക്കാൻ പറ്റും? ആ ഒരു മൃതശരീരം പോലും അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റാത്ത പരുവത്തിലുള്ള ഒരു ഇടുങ്ങിയ ഇരുമ്പ് കോണിയാണ്. അതുകൊണ്ടാണ് അവർ അതിനും കൂടെ സൗകര്യമല്ല. അതുകൊണ്ടാണ് അവിടെ എൻ്റെ വീടിൻ്റെ അവിടെയാണ് അത് നമ്മൾ സൗകര്യം ചെയ്തത്. അവൻ്റെ ഒരു വിഷമകരമായ അവസ്ഥ പറയാൻ വേണ്ടി പറയാണ്. അത്രയും പ്രയാസകരമായൊരവസ്ഥയുള്ളവരാണ്. ഈ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങൾ ഈ അപകടവും ഈ കുരുന്നുകളുടെ ഉറ്റവരുടെ കരച്ചിലുമെല്ലാം വാർത്തയായി നൽകി. ഒരു 2 ദിവസം കൂടി കഴിയുമ്പോൾ ഈ അപകടവും പഴങ്കഥയാകും. അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയായ കരിമ്പ പനയമ്പാടം വളവിൽ ഉണ്ടായ ഈ അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ആ വകുപ്പ് മേധാവികളെയും ഈ നരഹത്യ കേസിൽ പ്രതികളാക്കണം. എങ്കിൽ മാത്രമേ കുറ്റകരമായ അനാസ്ഥ ഇനിയെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ. മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പനയമ്പാടം അപകടത്തിന്റെ കാരണം ഇപ്രകാരമാണ്. പാലക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിലേക്ക് നയിച്ചത് മറ്റൊരു ലോറിയാണെന്ന് RTO പറഞ്ഞു. അപകടത്തിൽപ്പെട്ട സിമന്റ് കയറ്റി വരികയായിരുന്ന ലോറിയിൽ മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു അത്രേ. ഇതേ തുടർന്ന് സിമന്റ് കയറ്റിയ ലോറിയുടെ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു എന്നും RTO പറഞ്ഞു. മറ്റൊരു ലോറി ഇടിച്ചതിനെ തുടർന്ന് ബ്രേക്ക് ചവിട്ടി ലോറി നിർത്തുവാൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം വിട്ട് വണ്ടി മറിയുകയായിരുന്നു. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് സിമന്റ് കയറ്റി വരികയായിരുന്ന ലോറിയിൽ ഇടിച്ചത്. സിമന്റ് കയറ്റിയ ലോറിയിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നുവെന്ന സമാനമായ മൊഴിയാണ് ദൃക്സാക്ഷികളും നൽകിയിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നും ഹൈഡ്രോപ്ലെയിനിങ്ങിന് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിതെന്നുമാണ് RTO പറയുന്നത്. ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ്. ഓവർലോഡില്ല, ടയറുകൾക്കും പ്രശ്നമില്ല, അധികം പഴക്കമില്ലാത്ത വണ്ടിയുമാണ്. മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ IIT പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടമുണ്ടായതെന്ന് RTO പറയുന്നു. അതേസമയം 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ സിമന്റ് കയറ്റിയ ലോറിയുടെ ഡ്രൈവറെയും ക്ലീനറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കാസർഗോഡ് സ്വദേശികളായ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്രപ്രസാദ്, ക്ലീനർ വർഗീസ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. അപകടത്തിൽ വർഗീസിന്റെ കാലിന് ചെറിയ പൊട്ടലുണ്ട്. മഹേന്ദ്രപ്രസാദിന് കാര്യമായ പരിക്കുകളില്ല. ഇരുവരും മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും റോഡിൽ തെന്നലുണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവറുടെ മൊഴി. എന്നാൽ ഇപ്പോൾ 4 കുട്ടികളുടെ ജീവനെടുത്ത ഈ അപകടത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിലോ ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടുണ്ടായ അപകടമെന്നോ പറഞ്ഞ് തള്ളിക്കളയുവാൻ ആവില്ല. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് നിരത്തിൽ നിരവധി ജീവനുകളാണ് ഇത്തരത്തിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അപകടം നടന്ന കല്ലടിക്കോട് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ചെറുതും വലുതുമായ 120-ലേറെ അപകടങ്ങളും 12-ലേറെ മരണങ്ങളും കരിമ്പ പനയമ്പാടം വളവിൽ മാത്രം സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് ഈ അപകട മേഖലയായ പനയമ്പാടം. റോഡിന്റെ വീതി കൂട്ടിയിട്ടും ഇവിടെ അപകടങ്ങൾക്ക് കുറവില്ല. നിർമ്മാണത്തിലെ അപാകതയാണ് പ്രധാന കാരണം. ചെരിഞ്ഞ നിലയിലാണ് റോഡ്. ഇത് പരിഹരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ റോഡ് നിർമ്മിച്ചത്. 1.5 വർഷം കൂടി റോഡിന്റെ പരിപാലന ചുമതല ബാക്കി നിൽക്കുകയാണ് ഈ അപകടം നടന്നത്. സ്ഥിരം അപകട മേഖലയായതിനാൽ റംബിൾ സ്ട്രിപ്പ് സ്ഥാപിച്ചിരുന്നു. റോഡിന്റെ ഉപരിതലം ഗ്രിപ്പ് കിട്ടുന്ന വിധത്തിൽ പരുക്കനാക്കിയിരുന്നു. എങ്കിലും വാഹനങ്ങൾ ഓടിയോടി വീണ്ടും മിനുസമായി. ഇടവേളയ്ക്ക് ശേഷം പെയ്ത മഴയിലെ വെള്ളവും റോഡിലെ ഓയിലും വാഹനം തെന്നുവാൻ കാരണമായെന്നും കരുതുന്നു.
നനഞ്ഞുകിടന്ന റോഡിൽ എതിരെ വന്ന ലോറി വലത്തോട്ട് തെന്നിത്തിരിഞ്ഞതോടെ പിൻവശം സിമന്റ് ലോറിയുടെ മുൻവശത്ത് തട്ടി. ഇതോടെ സിമന്റ് ലോറി റോഡിന്റെ വശത്തേക്ക് നീങ്ങി മറിയുകയായിരുന്നു. സ്ഥിരം അപകടമുണ്ടാകുന്ന പനയമ്പാടത്താണ് അപകടമുണ്ടായതെന്നും അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും തുടർ അപകടങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സ്ഥലത്ത് കുത്തിയിരുന്ന് ഇന്നലെ പ്രതിഷേധം നടത്തി. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വൻ ജനരോഷം ഉയർന്നതിനാൽ കഴിഞ്ഞില്ല. കോങ്ങാട് MLA കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ 2022 ചൂണ്ടിക്കാണിച്ചതാണ് ഈ റോഡിന്റെ അപകടകരമായ അവസ്ഥ. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു. 2021 വിഷുവിന് ഇവിടെ 2 പേർ മരിച്ചിരുന്നു. മഴ പെയ്താൽ ഇവിടുത്തെ വളവ് അപകട കേന്ദ്രമാണെന്നും നാട്ടുകാർ പറയുന്നു. ഇറക്കവും വളവുമാണ് റോഡിന്റെ ഈ ഭാഗത്തുള്ളത്. അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് ഇപ്പോൾ യാതൊരു കുറവുമില്ലെന്നും അവർ പറയുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.